അച്ചുവേട്ടാ സുഖമാണോ? യെസ് സുഖമാണ്. സുഖമായിരിക്കണം. ആരാണ് അത്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉപ്പുമുളകം ലൈറ്റ് കുഞ്ഞൂസ് ആകുമ്പോൾ നന്ദുക്കുട്ടി എല്ലാം കൂടിയ കവിയിൽ പരുവത്തി കിടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ ഇവരുടെ കുറച്ച് ഇരട്ടത്താപ്പുകളൊന്ന് കാണിച്ചു തരാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാനും മറക്കണ്ട. അപ്പം ഈ കുഞ്ഞൂസ് ഒളിച്ചോടിയ കഥയൊക്കെ കോമഡി അല്ലേ? അതായത് അവർ വിവാഹ ആലോചിച്ച പയ്യനോടൊപ്പം തന്നെയാണ് ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നത്. നല്ല കാര്യം, നല്ല അടിപൊളി കാര്യമാണ്. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ചെളിവാരി അടിച്ചതിൽ ഒരു സമയത്ത് കൈയും കണക്കില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് നിൽക്കുക. എന്നാൽ ഇപ്പോൾ ഉപ്പുമുളക് ലൈറ്റ് ചേച്ചിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എന്താണെന്ന് പറയുന്നതെന്ന് ചേച്ചിക്ക് അറിഞ്ഞു. നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ നന്ദുക്കുട്ടിയല്ലേ, നന്ദുട്ടിയും നമ്മുടെ നന്ദുട്ടിയുടെ ഹസ്ബൻഡും കൂടി ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വന്നിരുന്ന് പറയുന്ന കേട്ടപ്പം യാരുടെ നീ, എന്നാൽ അപ്പുറത്ത് നീ പറഞ്ഞു വെച്ചതും കൂടി കണ്ടപ്പം യാരുടെ നീ വീണ്ടും എന്നുള്ള അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നതൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലേ. ഞാൻ ഒരു അരുവേന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഗോകുലിന്റെ ഫാമിലി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഗോകുലിന്റെ ഫാമിലി എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ളത്. ഇത് Q&A സെക്ഷൻ വെച്ചിട്ട് ഇവരെ ഇരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അവന്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചു, അവന്റെ ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട്, കാണാം. ഏട്ടന്റെ അമ്മ കുവൈറ്റിലെ അച്ഛന്റെ അടുത്താണ്, അച്ഛനും കുവൈറ്റിലാണ്. അതെ, അതായത് ഏട്ടന്റെ അമ്മയും അച്ഛന്റെ അടുത്താണ്, അച്ഛൻ കുവൈറ്റിലാണ്. അപ്പൊ അച്ഛൻ കുവൈറ്റിലാണെങ്കിൽ അച്ഛന്റെ അടുത്താണ് അമ്മയെങ്കിൽ അമ്മയും കുവൈറ്റിലാണ്. ഓക്കെ, രണ്ടുപേരും കുവൈറ്റിലാണ്. ബേസിക്കലി ഹീസ് എ റിച്ച് ഫാമിലി എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. എല്ലാവരും അങ്ങ് അബ്രോഡിൽ സെറ്റിൽഡ് അല്ലേ, അതുകൊണ്ട് തന്നെ ബേസിക്കലി റിച്ച് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഏട്ടൻ ഇവിടെ കിടന്നിട്ട് വ്ളോഗൊക്കെ അടിച്ച് അങ്ങനെ ഏട്ടൻ പോകുന്നുണ്ട്. ഏട്ടത്തീരെ കൂടെ എന്തായാലും ഹാപ്പി ഫാമിലി. അവിടെ നില്ല് ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞിന്റെ വീട്ടുകാരോട് മിണ്ടി അച്ചുവിന്റെ വീട്ടുകാരെ ഒഴിവാക്കിയോ? അതായത് കുഞ്ഞന്റെ വീട്ടുകാരെടുത്ത് മിണ്ടിയപ്പോൾ, കുഞ്ഞൻ മീൻസ് നന്ദുക്കുട്ടിയുടെ വീട്ടുകാരെടുത്ത് മിണ്ടിയിട്ട് അച്ചുക്കുട്ടൻ എന്ന് പറയുമ്പോൾ ഇവന്റെ വീട്ടുകാരെ ഇവൻ ഒഴിവാക്കിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന് മുന്നേ ഇതിനുള്ള ഉത്തരം കാണാം. അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ എന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്, ഏട്ടന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്. അതായത് നമ്മുടെ കുഞ്ഞൂസ് പറയുന്നത്, അല്ലെങ്കിൽ നന്ദുക്കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. ഏട്ടന്റെ വീട്ടിൽ മിണ്ടാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മിണ്ടാറുണ്ട്. അന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾ ചെളിവാരി അടിച്ചതാണ്. ഐ മീൻ നന്ദുക്കുട്ടിയുടെ വീട്ടിലുള്ളവരെ നന്ദുക്കുട്ടിയും ഏട്ടായും കൂടിയൊക്കെ ഇരുന്ന് ചെളിവാരി അടിച്ചതും അവർ ഇങ്ങോട്ട് വാരി അടിച്ചതും ഇതിന്റെ ഇടയിൽ പൊന്നൂസ് വന്ന് അടിച്ചതും എന്തൊക്കെയായിരുന്നടെ ബഹളം. അതൊക്കെ ഒരു കാലം. ഇപ്പൊ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോ നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്ക്, മുന്നേ നമ്മൾ എന്തൊക്കെയാണ് കാട്ടി കൂട്ടിയെന്ന്. ഇതാണ് പറയുന്നത്, കുടുംബത്തിന്റെ അകത്ത് തീർക്കേണ്ട കുടുംബത്തിന്റെ അകത്ത് തീർക്കണം. അല്ലാണ്ട് നാട്ടുകാരെ വിളിച്ച് കാണിച്ച് നാട്ടുകാരെ മൊത്തം വായും വളർന്നിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. എന്തുവാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടി പറ. നമ്മളെ എന്തോ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പം ഒക്കെയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെ കുറെ എന്തെങ്കിലും കുറ്റകരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാനസികമായ വിഷമങ്ങളൊക്കെ എന്നെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മണ്ഡലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ മിണ്ടില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ ഗോകുലേട്ടായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാനസികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് മിണ്ടത്തേ ഇല്ല. അവരുമായിട്ട് പിന്നെ നമുക്കൊരു ചങ്ങാത്തമില്ല, പിന്നെ അവരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. അത്രയും ഭയങ്കര ബലിഷ്ഠമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഗോകുൽ എന്നാണ് ഗോകുൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എടാ, ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടി നില്ലടാ, അല്ലെങ്കിൽ 4 ആയിട്ട് കളിഞ്ഞു. ഉള്ള കാര്യം പറയാം. നമുക്ക് ഇപ്പുറത്തോട്ട് വരാം, പറഞ്ഞു. എന്റെ ഒരു ഹേട്ടർ അനുസരിച്ച് എനിക്കൊരു ഹേട്ടായിട്ടൊരു കാര്യം എന്റെ ഇതിൽ വന്നാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് വന്നാലും ഞാൻ പോവില്ല. ഓക്കെ, നമ്മുടെ ഗോകുലുട്ടായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ നേർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല എന്നാണ്. എടാ ഇത് സോഷ്യൽ മീഡിയടാ, നീ പറഞ്ഞു വെച്ചതല്ല ഇവിടെ ഉണ്ടടാ. അതെങ്കിലും ഓർമ്മിച്ചിട്ട് അതെങ്കിലും ചിന്തിച്ചിട്ട് നിനക്ക് തീരുമാനങ്ങളൊക്കെ വീണ്ടും പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ വീണ്ടും നാട്ടുകാരെ ഏറി കയറ്റി വിടും. നീ ഇങ്ങനെയൊന്നും അല്ലല്ല അന്ന് പറഞ്ഞത്. ഇപ്പൊ വന്നിരുന്ന് പറയുന്നു, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ടില്ല. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നീ എന്നാ വലിയ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ തോന്നും. പക്ഷെ ഒരു തേങ്ങയല്ല, നീ മുന്നേ പറഞ്ഞത് കേൾക്കാം. ഇപ്പോഴും വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ല, ആ രണ്ടാൾക്കാരെ കളിച്ച കളി ഉണ്ടല്ലോ, എന്ത് വയലൻസ് കാണിക്കേണ്ട കാരണം എന്താണെന്ന് അറിയൂ? കാണിക്കണോ? ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഫയർഡാ. അതായത് അവർ 2 ആൾക്കാര് കളിച്ച കളികൾ എന്നിവൻ പറയുന്നുണ്ട്. ഇവൻ ഇപ്പുറത്തെ വീഡിയോയിൽ എന്താ വന്നിരുന്ന് പറയുന്നത്, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പിന്നെ പോകത്തില്ലെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ, ഈ പഴയ വീഡിയോയിൽ അവൻ പറയുന്ന ആ 2 ആൾക്കാർ മറ്റവളുടെ ഫാമിലിയാണ്. ആ ഫാമിലിയോട്ട് ഇവ ഒന്നിച്ചിരിക്കുന്നു.
എന്നിട്ട് ഇപ്പോഴത്തെ വീഡിയോയിലൊന്നും പറയുന്നത് എന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്താൽ പിന്നെ ഞാൻ അങ്ങോട്ടേ ഇല്ല. എന്നാൽ അന്ന് ഇവനെ കളിച്ച കളിയാണ്, ഇവനെ വേദനിപ്പിച്ച വേദനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് തള്ളിയത്. അപ്പൊ എല്ലാം പോയാ വെള്ളത്തിൽ വിട്ട വെളി പോലെയല്ലേ, കുമ്പളായിട്ട് പോയി. അവസ്ഥ എടാ, ഏതെങ്കിലും ഒന്നിലും ഉറച്ചില്ല, അല്ലെ നാട്ടുകാരെടുത്ത് പൊങ്കാലയിടും. ഇനി അതുക്കും മുന്നാടി അവൻ പറഞ്ഞത് കേൾക്കണ്ടേ, കേൾപ്പിച്ചു തരാം. എന്നെ പറഞ്ഞതാണെങ്കിലും ഞാൻ അവരെ പറഞ്ഞതാണെങ്കിലും അത് ഞാൻ എടാ അന്യറമോ അമ്പിയായിരുന്നെങ്കിൽ ഓക്കെ, സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തെന്നെങ്കിലും പറയാം. നീ ഇത് ഏതാ ഇത്, എന്താടാ പണി വെച്ചെടുക്കേ? അയ്യോ, ഏതെങ്കിലും ഒന്നിലും ഉറച്ചില്ലടാ. ഒരിടത്ത് പറയുന്നു എന്നോട് കളിച്ചാൽ ഞാൻ പിന്നെ അമ്മാതിരി കളിയായിരിക്കും കളിക്കുന്നതെന്ന്. എന്നിട്ട് ഇപ്പുറത്ത് ഒന്ന് പറയുന്നു അവരെന്നോട് അമ്മാതിരി കളി കളിച്ചെന്ന്. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെ പറഞ്ഞ് ഇവ എന്തിനാ പിന്നെ ഇവരുടെ അടുത്ത് മിണ്ടിയെന്ന് തോന്നും. എന്നിട്ട് അതിന് മുന്നേ പറഞ്ഞത് ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതങ്ങ് ക്ഷമിക്കും, നമ്മളത് ആ ഒരു രീതിയിലെടുക്കും. എന്തോന്നടേ നീ ഓന്ത് നിറം മാറും ഇങ്ങനെ? ഇല്ല, അതിന് പോലും കുറച്ച് സമയം എടുക്കും. നീ അതിനേക്കാളും വേഗത്തിലാണ് നിറം മാറിയിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നിലും ഉറച്ചില്ലടേ. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്ത അവസ്ഥ. ഇപ്പൊ ഞാനിപ്പോ കുഞ്ഞിന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ട് കുറെ പേര് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതായത് ഇവളുടെ വീട്ടിൽ മുന്നേ പോയെന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ പോയോ പോയില്ലേ, നീ പോവില്ല എന്ന് പറഞ്ഞിട്ട് പോയവനാണ്. എന്നാൽ നീ ഇപ്പുറത്ത് പറയുന്നത് വേറൊന്ന്, നീ അപ്പുറത്ത് പറയുന്നത് വേറൊന്ന്. എന്നടാ എന്തോന്നടേ നീയൊക്കെ അവസ്ഥ. ഇപ്പൊ ഇവിടെ ആരുമില്ല, ഞാൻ കുഞ്ഞിനെ എന്ത് ചെയ്യും? ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവും. വർക്കിന് പോകുമ്പോ ഒറ്റയ്ക്കിട്ട് പോയിട്ട് എല്ലാതും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയില്ലേ? അത് ന്യായമായിട്ടുള്ളതാണ് നമ്മളെ കുഞ്ഞൻ പറഞ്ഞത്. കുഞ്ഞ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പിന്നെ പറ്റൂല, അതുകൊണ്ട് അവളെ കൊണ്ട് അവളെ വീട്ടിൽ വിടുമെന്നാണ് പറഞ്ഞു വന്നത്. നേരത്തെ പറഞ്ഞെന്താ, എന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്യിപ്പിച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ടില്ല. എന്നിട്ട് അതിന് മുന്നേ എന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല, ഞാനത് പൊറുക്കും മറക്കും. എന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്യിപ്പിക്കാതിരുന്നാൽ പോരെ. എന്തോന്നടേ നീ ഇതിങ്ങനെ? എനിക്ക് തന്നെ ഒന്നും പിടികിട്ടുന്നില്ല. ഇങ്ങനെ മാറും മനുഷ്യന്മാര്. എടാ കുറച്ചൊരു നട്ടൽ ഉറപ്പ് വേണോടാ. ഇതെന്തുവാ നീ കാണിക്കുന്നേ കൊച്ചുവർക്ക? ഈ പറഞ്ഞ വലിയൊരു വർക്ക് വരും എന്തായാലും ഒന്നും നോക്കൂല, ഞാൻ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന. ഇതൊക്കെ സുഷ്കാന്തിയാടാ. ഇനി ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, കുഞ്ഞിനെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന്. എടാ വീട്ടുകാരെയാണ് നീയും അവരും കൂടി, നീ ഇവളും കൂടി ചെളി വാരി അടിച്ച് അവരിങ്ങോട്ട് വാരി അടിച്ച് ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് അല്ലേ? അത് പറഞ്ഞാ പോരെ. എന്താ ഇങ്ങനെയാണ് മെഴുകുന്നേ? മുന്നേട്ട് പോവാം, നമുക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. 8 മണി ലേറ്റർ ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാക്കി ഇട്ടെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? അത്ര ഉള്ളു കാര്യങ്ങള്. വലിയൊരു വർക്ക് വരും എന്തായാലും ഒന്നും നോക്കൂല, ഞാൻ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന. എടാ പോടാ കുഞ്ഞനാ വീട്ടിൽ കൊണ്ടാക്കിയാൽ കുഞ്ഞൻ എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞവനാണ്. വലിയൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന്. എത്ര എണ്ണം ഉണ്ടാടാ എനക്ക്? എന്തോന്ന് അവസ്ഥയാടാ, വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇങ്ങനെ നിറം മാറരുത് കേട്ടോ. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഓന്തിനെ മാറ്റും. ഈ നിറം മാറാൻ ശക്തിയുള്ള ജീവി ഓന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനെ മാറ്റിയിട്ട് നിന്നെ പിടിച്ച് അടിയോ അവിടെ. സത്യം, ആ അവസ്ഥ നീ ഉണ്ടാക്കരുത്. ഓന്തുകൾ ആ ഒരു കാറ്ററിംഗ് കയറി കൊണ്ടുപോട്ട് അവിടെ നീ സ്ഥാനം പിടിച്ചിട്ട് ഗിന്നസ് ബുക്കിലൊന്നും കയറാൻ ശ്രമിക്കരുത്. ഇങ്ങനെ നിറം മാറരുത് കുട്ട മാറരുത്. കാരണം നീ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ കൈന്നിട്ട് കൊണ്ടുവന്ന സാധനമൊന്നുമില്ല, നീ തന്നെയാണ് പറഞ്ഞത്. ആലോചിക്ക്, അവളെ കൊണ്ട് അവിടെ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ നീ ഇപ്പുറത്ത് വന്നിട്ട് എനിക്ക് വലിയൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ അവിടെ കൊണ്ട് തന്നെ ആക്കാം. ഇതാണ് ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരകരമാണ്. ഇനി അതുപോലെ ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. ഇവന്റെ തന്നെ ഇവൻ ബാക്കി പറയുന്നതാണ്. ഈ വീഡിയോയിലുള്ള കുറച്ച് ലോങ് കാര്യങ്ങളാണ്, നിങ്ങൾ കേട്ടു നോക്ക്. അച്ചുവേട്ടാ സുഖമാണോ? യെസ് സുഖമാണ്. സുഖമായിരിക്കണം. അത് ചിലപ്പോ നമ്മൾ ഈ ലൊക്കാലിറ്റി ബേസിലെ കമന്റ്സിലെ ഏട്ടാ അച്ചു ചേട്ടാ വിളിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുഞ്ഞന്റെ അടുത്തേട്ടാ കുഞ്ഞന്റെ വീട്ടുകാരോട് മിണ്ടി അച്ചുന്റെ വീട്ടുകാരെ ഒഴിവാക്കിയോ? അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ എന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്, ഏട്ടന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നമ്മളെന്തിനും ഒഴിവാക്കണല്ലേ? നമ്മളെ വേണ്ടാത്തവർക്ക് മിണ്ടണില്ല. അതല്ല വീട്ടിൽ ഞാൻ പറയണത് കേസല്ലേ. നമ്മളത്തെ എങ്ങനെ നിൽക്കണം അതുപോലെ തന്നെ തിരിച്ചു നിൽക്കുള്ളൂ. പിന്നെ നമ്മളൊട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും മോശം രീതിയിൽ സംസാരിക്കുക പെരുമാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് മിണ്ടില്ല. മനസ്സിലായ? അതായത് മര്യാദക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളെ കുറെ
എന്തെങ്കിലും കുറ്റകരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാനസികമായ വിഷമങ്ങളൊക്കെ എന്നെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ മണ്ഡലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ മിണ്ടില്ല. പിന്നെ ഞങ്ങൾ ഉണ്ടല്ലായിട്ട് ആരെന്നെ ഒഴിവാക്കാറില്ല. അങ്ങനെ നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാറില്ല. കാരണം നമുക്ക് അല്ല, നമ്മളെ വേണ്ട, നമ്മളോട് സംസാരിക്കാത്തവരോട് പിന്നെ നമ്മളെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളായിട്ട് ആരും ഒഴിവാക്കാറില്ല, നമ്മൾ ആരും അങ്ങനെ ഇല്ല. ഒഴിവാക്കലല്ല, എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്കൊരു ഹേട്ടായിട്ടൊരു കാര്യം എൻ്റെ ഇതിൽ വന്നാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് വന്നാലും ഞാൻ പോവില്ല. അതെ, അത് അങ്ങനെയാണ്. അതെന്താന്ന് അറിയില്ല. അത് വിഷമം തട്ടുകൊണ്ട് പിന്നെ നമുക്ക് അച്ഛനമ്മയായിട്ടും നമ്മളൊരു പ്രശ്നമുണ്ട്. അച്ഛനമ്മയായിട്ടൊന്നുമില്ല കേട്ടോ. ചിലപ്പോ ഞങ്ങൾ ഇതിൽ തന്നെ വരെ പറയും അത് അച്ഛനമ്മയായിട്ടായിരിക്കുള്ളൂ. അല്ല, അങ്ങനെ പറയണ്ട. അച്ഛനമ്മയുടെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇത് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഇട്ടതാണ് താങ്ങിയത്. അടുത്തത് അതെ ഈ പറഞ്ഞ പോലെ കുറച്ച് കത്തൂല്ലേ ഇങ്ങനെ കുറച്ചും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാന്ന് പറയൂല്ലേ. അത് ചെറുതായി കത്തുമ്പോ അതിൽ എണ്ണ ഒഴിച്ച് കത്തും. അത് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പലരും. പല ആൾക്കാരും വിഷയമില്ല. നമ്മളിപ്പോ നമ്മുടെ ജീവിതമായിട്ട് നമ്മുടെ തിരക്കുകളായി നമ്മൾ പോവാണ്. അതിന്റെ വേറെ ആരെയും നമ്മൾ നോക്കുന്നില്ല. അതെ അതെ. പിന്നെ അമ്മ വരാറായോ? ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വേണ്ട. അതേതാര് കുഞ്ഞതിഥി? എന്താണ് കേട്ടാ അമ്മ അടുത്ത മാസം വരെ അതിഥി എന്ന് പറഞ്ഞത് ഉണ്ണി വേണ്ടേന്. ഈ മനുഷ്യൻ ഇപ്പൊ ചിലത് കത്താത്തല്ല, വെറുതെ കളിയാക്കണ്ട. ഞാനിക്ക് ഇരിക്കില്ല അതിനു വേണ്ടി കളിയാക്കണ്ട. അതൊക്കെ ഒരു സമയം പോലെ വരില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആണോ എന്ന് ആൾ ചോദിച്ചിട്ടുണ്ട്. അല്ല, പക്ഷേ ആശ്രമിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്ക്. ചെക്കന് വെറുതെ ആശ്രമി പോയിട്ട് മിക്കവാറും അടിയാവും. എന്താണ് കേട്ടാ. അടുത്തത് പ്രഗ്നന്റ് ആണോ? റിവീൽ ചെയ്യാൻ 3 മാസം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഇതിലിപ്പോ ഒന്നുമില്ല, ഫുഡ് മാത്രല്ല. നഗറ്റ്സുകളൊക്കെ ഉണ്ട്. ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നുമില്ല. അല്ല, പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മളായിട്ട് ഉറപ്പുവരുത്തിയിട്ട് ഇപ്പൊ ഒരു സ്കാനിങ് എന്തെങ്കിലും കഴിഞ്ഞ് നമ്മൾ പറയും കേട്ടോ. അല്ല, മറച്ചേക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അല്ലാത്തോണ്ടാണ് പറയത്ത്. അടുത്തത് ഉപ്പും മുളകും ലൈറ്റ് എന്ന ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഉള്ള സബ്സ്ക്രൈബർ ആണ് ഞാൻ. ആലിയാണ് ആളുടെ പേര്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ മാറ്റങ്ങളും എല്ലാ സിറ്റുവേഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞൻ ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരുപാട് നാണമുള്ള കുട്ടി ആയിരുന്നു. അവിടെയും ഒരുപാട് എന്റെ പൊന്നു ഗോകുലെ, ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ബബ്ബ അടിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? ഒരു കാര്യമില്ല. സീരിയസ്ലി പറയാം, ഒരു കാര്യമില്ല. ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ബബ്ബ അടിക്കേണ്ടത്. ആ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ തീർക്കുക, വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ തീർക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് അതിൽ നിന്നൊരു ഏണിങ്സ് നിങ്ങൾ ഉണ്ടാക്കും, ഇല്ലെന്നല്ല. പക്ഷെ ആ ഏണിങ്സ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ വിറ്റ് തൊലയ്ക്കുന്നത്. വീട്ടിലെ ഈ വഴക്കും അടിയും ഇമാതിരി തീട്ട കേസൊക്കെ എടുത്ത് നാട്ടുകാരെ കാണിച്ചു. ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എത്തും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെച്ചോ, ഇപ്പൊ തന്നെ അന്ന് എന്തൊക്കെയായിരുന്നു, ഞങ്ങളിനി ഒന്നിക്കില്ല, മറ്റതാണ് മറിച്ചാണ് മാടയാണ് കോടയാണ് തേങ്ങയാണ് തൊലിയാണ് ചക്കയാണ് വരട്ടിയതാണെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കും. നിങ്ങൾ ഒന്നിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ ആരും പറയുന്നത്. പക്ഷെ നിങ്ങൾ അന്നത്തെ ആ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, തമ്മിൽ ചെളിവാരി അടിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊന്നും ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഇതിനെ തന്നെ ബാധിക്കും. അത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സും മനസ്സിലാക്കുക. വീട്ടിലെ സന്തോഷ നിമിഷങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇതുപോലത്തുള്ള കാര്യങ്ങൾ എടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് വെച്ച് അഭിപ്രായം പറയും. കാലാകാലം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ ഇത്രയും നാൾ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്നിച്ചിട്ടും Q&A സെക്ഷൻ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഈ കേസുകളൊക്കെ തന്നെയാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടും ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് കൂടുതലാണ്. അതിപ്പോ ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അവിടെ അടി വഴക്കണ്ട് കഴിഞ്ഞാൽ അത് പോയി നോക്കും എന്താണെന്ന്. ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ നിങ്ങൾക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും.
പക്ഷെ അത് ഉണ്ടെന്ന് വെച്ചിട്ട് നാട്ടുകാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് അതിനെ എടുത്ത് വെച്ച് നമ്മൾ കച്ചവടമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിനെയാണ് വിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. നാളെ നിങ്ങളുടെ മക്കള് ഇവർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ വളരെ മോശമായ രീതിയിൽ ആ പിള്ളേരെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ പിള്ളേർക്കുണ്ടാവും. മീൻസ് ഇപ്പം ആ പിള്ളേരുടെ കൂട്ടുകാരെ എന്നെ കളിയാക്കുക, നിന്റെ വീട്ടിൽ എന്തുവാടെ നിന്റെ അപ്പനും അമ്മയും പണ്ട് അടി വയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുന്നു, എന്തോന്നിട്ടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളിവാരി അടിക്കുന്ന വീഡിയോ. ഇതൊക്കെ കുട്ടികൾ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു, പോകുന്നു, അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു, ലാവിഷായിട്ട് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ഒരു പോയിന്റിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിന്റെ ആ ഒരു അടിത്തറയാണ് നിങ്ങളെ നാണം കെടുത്തി വിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കണ്ടവന്റെ കുടുംബത്തിനെ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കടാന്ന് പറയുന്നവന്മാരടുത്ത് പറയാനുള്ളതാണ്, എടാ നമ്മുടെ കണ്ടന്റ് ഇതാണ്. അല്ലാതെ സ്വന്തം വീട്ടിലെ അടിയും വഴക്കും വിറ്റ് ജീവിക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ ആ അത്രയും നാണംകെട്ട പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിലും എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം അവിടെ വീടുകളിൽ അതാത് വീടുകളിൽ അവരവർ അങ്ങ് തീർക്കുക. അല്ലാണ്ട് നാട്ടുകാരെ കാണിച്ചിട്ട് അതിനെ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനേക്കാളും പോക്കിർത്തനം വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവരിങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനി നമ്മുടെ ഉപ്പും മുളകും ചേച്ചിയും ചേട്ടനും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. മൈൻഡാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തൊട്ടാ കരയണോ കരയണ്ടെന്നുള്ള ആലോചന നടക്കണവരാണ്. നമ്മളറിയണ്ട ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. പേഴ്സണലായിട്ടും ഇൻസ്റ്റയിലായിട്ട് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ നേരിട്ട് കണ്ടാലും പറയണാറുണ്ട്, ചേച്ചിയുടെ വീഡിയോ ആണ് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവാണ്, ചേച്ചി ഇത്രയും ചിരിച്ച് നിൽക്കുന്നത്, ചേച്ചി ഇത്ര ഹാപ്പി ആയിരുന്നു. സത്യം നമ്മൾ നാളൊരു ഇൻസ്റ്റയിലുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പം ഞാൻ തന്നെ ഞെട്ടി, ഇത്രയും ചിരിച്ച് തൊള്ള പൊളിച്ചിരിക്കണ പെൺകുട്ടി ആത്മഹത്യ എന്തപ്പം ഉണ്ടായിരിക്കും. സത്യം നമ്മൾ ചിന്തിച്ചു പോണ ഒരു കാര്യമാണ്, പക്ഷേ സത്യം അതാണ്. നമ്മൾ ഈ സർക്കസിലെ കോമാളിയുള്ള അവസ്ഥയാണ്. നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ ചിരിങ്ങനെ ചിരിച്ചില്ല, നമ്മുടെ മനസ്സിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കണം എപ്പോഴും രാവിലെ എഴുതി ചെയ്യുമ്പോൾ. അതാണ് നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഓരോ ലൈഫ് ഓരോ ഇതിലേക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കും നമ്മൾ. സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 100,000 പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം സത്യം ഒരാളെ കണ്ട സംസാരിക്കാനും ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല, നമുക്കറിയാം. എന്നാ പോലും ചിരിച്ചില്ലെങ്കിൽ എന്താ അഹങ്കാരം പിടിച്ച തള്ളേട്ടോ. അത് ആ വീഡിയോയിൽ കാണിക്കുന്ന ചെറിയ തന്നെയുള്ള നേരിട്ട് നമ്മളെ ചിരിക്കാൻ ഇങ്ങനെ പറയും. ഇപ്പൊ ഞങ്ങളിപ്പോ ഇതിന്റെ കുറച്ച് മുന്നേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇടാൻ പോണ വീഡിയോയുടെ മുന്നേ നിങ്ങൾ കാണുന്നത് നമ്മുടെ അടുത്തുള്ള കുതിരവേലപ്പാടത്ത് ഗാനമേളയ്ക്ക് പോയിരുന്നത്. അപ്പൊ ആ ഗാനമേളയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം ഗാനമേള കണ്ടിട്ടില്ല. നമ്മുടെ ഒരു മിനിറ്റ് അപ്പോൾ വെളി തറവാട്ടിൽ നിന്ന് വിചാരിച്ചു അമ്മേനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയാലാവത് വിചാരിച്ചു. പോണോണ്ട് നമുക്ക് ഈ പറഞ്ഞല്ല എല്ലാം കൊണ്ടും പറഞ്ഞല്ല ഓരോ ഇത്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളതായിരുന്നു പ്രതീക്ഷിച്ച്. അപ്പം അതല്ല. അപ്പോൾ എന്തോ പറയാൻ വന്നു. നമ്മുടെ കാത്തുമ്മയുടെ ഏട്ട ഈ ഒരു പാണ്ട് നോക്കി ഇന്നലെ കാത്തു എനിക്ക് ഇവിടെയും കുണിക്ക് ഇവിടെയും കൊടുത്തു ട്രോഫി തന്നതാ. ചോറ്റപ്പെടുത്ത ഇന്നലെ മാന്തി പൊടിച്ച് കഴിയുമ്പോൾ ചോര വന്നുട്ടാ. എന്നിട്ട് ഞാൻ പോലീസുകാരനെ വിളിച്ച് പറയാൻ ഞാൻ എൻ്റെ ഫോൺ ഹലോ പോലീസ് സ്റ്റേഷനാണോ, കാർത്തു എന്നെ മാന്തിയിട്ട് ചോര വരുന്നപ്പോൾ അവള് പറയാം ഞാൻ വെച്ച് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അവരും എന്തൊക്കെയോ മുന്നേ 2 ദിവസം മുന്നേ സംസാരിക്കുന്നുണ്ട്. ബേസിക്കലി ഇവർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവാറില്ല കേട്ടോ. ഇവര് വീട്ടിൽ മറ്റേ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവരെന്തൊക്കെയോ കാര്യമായിട്ട് പറയും, എനിക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ വണ്ടറടിച്ചിരിക്കും, എന്ത് തേങ്ങയാണ്. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു കരക്കമ്പി സംസാരവും ഉണ്ട് കമന്റ് ബോക്സിൽ. എനിക്കും അത് മനസ്സിലാവാറില്ല ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ വിഷയത്തിലോട്ട് നേരെ വരാം. ഇവിടെ വീട്ടിലെ പ്രശ്നങ്ങളാണ്, വീടുകളിൽ തീർക്കുക. അല്ലെങ്കിൽ നാളെ ഇതുപോലെ ആൾക്കാർ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. പുറത്തിറങ്ങിയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഉളുപ്പ് തോന്നൂല്ലേ, ഉളുപ്പ് ഫീൽ. അയ്യോ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, അയ്യോ അങ്ങനെ ഒരു സംഭവം. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ തന്നെ ഒരു വഴക്ക് കിടന്നു കഴിഞ്ഞാൽ പുറത്താരെങ്കിലും കേൾക്കുമോ എന്നുള്ള പേടിയാണ്. ഇപ്പം നമ്മളെ വീട്ടിലെ ഇപ്പോൾ അച്ഛനും അമ്മയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ദേഷ്യത്തിലൊക്കെ സംസാരിച്ച് അത് പുറത്താരെങ്കിലും കേൾക്കുമോ, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ വെളിയിറങ്ങുമോ, ഇനി അവരെന്ത് വിചാരിച്ചാണ് നമ്മളെ വീട്ടിൻ്റെ അകത്തുണ്ടാക്കി വഴക്ക് കേട്ട് കാണും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് വീട്ടിൽ കിടക്കുന്ന വഴക്കും വീട്ടിലെ പ്രശ്നങ്ങളും എടുത്ത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് കൊടുക്കുന്നു. എന്നിട്ട് കണ്ട എൻ്റെ അച്ഛൻ ഇങ്ങനെ, എൻ്റെ അമ്മ ഇങ്ങനെ, എൻ്റെ അമ്മ അച്ഛൻ ഇങ്ങനെ, ഈ ഒരു സെറ്റപ്പ് സാധനമൊക്കെ പിടിച്ചിട്ട് എന്തുവാടേ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യന്മാർ പോകുന്ന പോക്കെ. ഈ പണമെന്ന് പറയുന്ന സാധനം വേണം എന്ന് വെച്ചിട്ട് നാണക്കേട് പണം കൊണ്ട് മറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ഇതാണെങ്കിലും എന്നാലും സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ മനുഷ്യന്മാർക്ക്. എന്തോ എനിക്ക്
എന്തോ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് തോന്നുന്നത്. ഇനി കാലാകാലം നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. പണ്ട് പൊന്നൂസ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു, ഒളിച്ചോടി വീണ്ടും വന്ന് കയറി അടുത്തതായി ഇപ്പം നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ആ അപ്പനും അമ്മയ്ക്ക് ഏതെങ്കിലും മക്കളെങ്കിലും കെട്ടിച്ചുവിടേണ്ട ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു കേട്ടോ, ഇനിയുള്ളവരെങ്കിലും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയ വീഡിയോ ഇടണം. ബൈ.